സദ്ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. വേദിയിലും സദസ്സിലുമുള്ള സമാദരണീയരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും ഭാരതീയ ഗുരുപരമ്പരയുടെ പാദപത്മങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദങ്ങളിലും ധർമ്മസങ്കല്പം കൊണ്ട് നമ്മയൊക്കെ ആത്മീയോന്നതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ധിഷണാശാലിയായ ശ്രീകാന്ത് സാറിൻ്റെ പാദാരവിന്ദങ്ങളിലും സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പിക്കുന്നു. ശ്രീകാന്ത് സാർ ഭൗതിക ദേഹം വെടിഞ്ഞിട്ട് 1 വർഷം പൂർത്തിയാവുന്നു. ചില വ്യക്തികൾ സമൂഹത്തിനു വേണ്ടി പിറവിയെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവരാണ് മഹാത്മാക്കൾ എന്നറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള മഹാത്മാക്കളുടെ പരമ്പരയിലെ ജ്വലിക്കുന്ന തേജസ്സായിരുന്നു ശ്രീകാന്ത് സാർ. കാലത്തിനും ചരിത്രത്തിനും മുമ്പേ സഞ്ചരിച്ച അത്യപൂർവമായ ഒരു ധിഷണാശാലിയായിരുന്നു ശ്രീകാന്ത് സാർ. ഇത്തരം നിയോഗം ഏറ്റുവാങ്ങിയിട്ടുള്ള പ്രതിഭകൾ അടുക്കളയുടെ പ്രായോഗികമായ നികൃഷ്ടതയേക്കാൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ സാഹസികതയിലാണ് അഭിരമിക്കുന്നത്. അതുകൊണ്ടുതന്നെ നിത്യജീവിതത്തിൻ്റെ ദുഷ്കരമായ പദപ്രശ്നം പൂരിപ്പിക്കാൻ അദ്ദേഹം സമർത്ഥനായിരുന്നില്ല. ഇവിടെ നമ്മൾ ശ്രീകാന്ത് സാറിൻ്റെ ഫോട്ടോ വെച്ച് മാല ചാർത്തി, ഇതൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ എന്തിനിത് ചെയ്യുന്നു? ഇത് നമുക്ക് വേണ്ടിയാണ്, ശ്രീകാന്ത് സാറിന് വേണ്ടിയല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ ട്യൂബ് ലൈറ്റ്, ആ പ്രകാശം വൈദ്യുതിക്ക് വേണ്ടിയല്ല, മറിച്ച് നമുക്ക് വേണ്ടിയാണ്. ശ്രീകാന്ത് സാർ എന്ന വെളിച്ചം നമ്മുടെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ നമുക്ക് അത്യാവശ്യമാണ്. വരും തലമുറകൾക്ക് അത് അത്യന്താപേക്ഷിതമാണ്. ജീവിതത്തിൽ തികഞ്ഞ ലാളിത്യം പുലർത്തിയ വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീകാന്ത് സാർ എന്ന് നമുക്കൊക്കെ അറിയാം. ആർഭാടം ഒരു ഉന്മാദാവസ്ഥയാണ് എന്ന് എം.എൻ. വിജയൻ മാഷ് ഒരിക്കൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഉന്മാദം വ്യക്തികൾക്കും സമൂഹത്തിനും സംഭവിക്കാം. എന്നാൽ എല്ലാവിധ ആർഭാടങ്ങളിൽ നിന്നും ബോധപൂർവം അകലം പാലിച്ചിരുന്ന അപൂർവ വ്യക്തിത്വത്തിനുടമയായിരുന്നു ശ്രീകാന്ത് സാർ. ആദരവുകളും അവാർഡുകളും അദ്ദേഹത്തെ തീണ്ടാതിരിക്കാൻ എല്ലായ്പ്പോഴും അദ്ദേഹം ജാഗ്രത പാലിച്ചു. അദ്ദേഹത്തോട് വെറുതെ സംസാരിച്ചാൽ പോലും ഒരു പോസിറ്റീവ് എനർജി നമ്മിൽ നിറയും. നമ്മുടെ പഴയ കവി പാടിയത് മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്നാണ്. ഇത് തികച്ചും അന്വർത്ഥമാകുന്നത് ശ്രീകാന്ത് സാറുമായിട്ടുള്ള സമ്പർക്കത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാവിയുടുക്കാത്ത സന്യാസി എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തോട് ഒരു സംശയം ചോദിച്ചിരുന്നു, സാറിന് സന്യാസം സ്വീകരിച്ചുകൂടായിരുന്നോ എന്ന്. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ മറുപടി, അതും ഒരു തരം ബന്ധനമാണ്. നമ്മുടെ ബോധവികാസത്തിന് അതൊരു വിഘാതമാണ്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം അല്പസമയം നിർത്തി, എന്നിട്ട് തുടർന്നു, എന്നാൽ അതും ആവശ്യമാണ്. ചിലർ അങ്ങനെയും വേണം, എങ്കിലേ ധർമ്മം നിലനിൽക്കുകയുള്ളൂ. അദ്ദേഹത്തിന് സന്യാസിമാരോടും ആശ്രമങ്ങളോടും ഗുരുപരമ്പരകളോടും തികഞ്ഞ ഭക്തിയും വിശ്വാസവുമായിരുന്നു. എൻ്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപാദങ്ങളെക്കുറിച്ച് അദ്ദേഹം വളരെ താല്പര്യത്തോടുകൂടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്ന കാലങ്ങളിൽ നമ്മുടെ ശ്രീരാമദാസ ആശ്രമത്തിൽ 2-3 തവണ പോയിട്ടുണ്ടെന്നും സ്വാമിയുടെ ആരാധന കണ്ടിട്ടുണ്ട് എന്നും പറഞ്ഞു. പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരെക്കുറിച്ച്
അദ്ദേഹത്തിന് വലിയ മതിപ്പായിരുന്നു. ഗുരുപാദരെ ആഴത്തിൽ പഠിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു ശ്രീകാന്ത് സാർ. അപ്പോൾ ഈ സന്യാസ പരമ്പരകളും മഠങ്ങളും സമൂഹത്തിന് അത്യാവശ്യമാണ്, എങ്കിലേ ധർമ്മം നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. പൊതുപരിപാടികൾക്കൊന്നും അദ്ദേഹം ഒരിക്കലും പുറത്തു പോയിരുന്നില്ല. ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് പുതിയ കണ്ടം എന്ന സ്ഥലത്ത് ഒരു പരിപാടിയിൽ ശ്രീ സുകുമാരൻ പെരിയച്ചൂറിൻ്റെയും ശ്രീ രമേശൻ പുതിയ കണ്ടത്തിൻ്റെയും സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അദ്ദേഹം ഒരിക്കൽ പോവുകയുണ്ടായി. അദ്ദേഹം ആദ്യം വിമുഖത പ്രകടിപ്പിച്ചതാണെങ്കിലും അവരോടുള്ള ഒരു സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയി. 2 മണിക്കൂർ നീണ്ട പരിപാടിയിൽ അദ്യാവസാനം വേദിയിലിരുന്ന അദ്ദേഹം തിരിച്ച് താമസ സ്ഥലത്തെത്തി അല്പം അസ്വസ്ഥനായി കാണപ്പെട്ടു. അടുത്ത ദിവസം അദ്ദേഹത്തിന് ചില അസുഖങ്ങൾ കാരണം സഞ്ജീവനി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് മൂത്രസംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഈ 2 മണിക്കൂർ മൂത്രമൊഴിക്കാതെ അവിടെ നിന്നതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു, സാറ് പൊതുവെ പരിപാടിക്കൊന്നും പോകാറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഇത് പോയത്? അതല്ലേ ഇപ്പോഴീ അസുഖം വരാൻ കാരണം? അദ്ദേഹം ചിരിച്ചുകൊണ്ട് വളരെ ലാഘവത്തോടെ മറുപടി പറഞ്ഞു, സത്യമാണ്, പക്ഷെ പോയത് നന്നായി. ഇത് അമ്മ എനിക്ക് നൽകിയ ഒരു മുന്നറിയിപ്പാണ്, ഒരു സൂചനയാണ്. മേലാൽ നീ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പോകരുത് എന്നുള്ളത്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യവും തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാലും അതിനെ വളരെ ലാഘവത്തോടെ സ്വീകരിക്കുന്ന ആ ഒരു സ്വഭാവ നൈർമല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് നിറയെ പൂച്ചകളായിരുന്നു. ഒരു കുട്ടിയുടെ നിഷ്കളങ്കതയോടെ അദ്ദേഹം പൂച്ചകളോട് സംസാരിക്കുകയും അവയ്ക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകാറുണ്ടായിരുന്നു അദ്ദേഹം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു വ്യക്തി ഉറുമ്പുകൾക്ക് ഭക്ഷണം നൽകുന്നത് കണ്ടത്. അവിടെ ആദ്യ കാലഘട്ടത്തിൽ താമസിച്ചിരുന്ന പത്മനാഭൻ എന്ന് പറയുന്ന ഒരു പയ്യന്നൂർക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കൽ അവിടെ ഈ ഉറുമ്പുകളെ അടിച്ചു കളയുന്ന സമയത്ത് തന്നെ സാർ ഓടി വന്ന് പറഞ്ഞു, പത്മനാഭ ചെയ്യരുത്, ഉറുമ്പുകളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. ഉറുമ്പുകളോട് മാത്രമല്ല സകല ജീവജാലങ്ങളോടും അദ്ദേഹത്തിന് കരുണയും വാത്സല്യവും സ്നേഹവും ഒക്കെയായിരുന്നു. അതാണ് ശ്രീകാന്ത് സാർ. അദ്ദേഹം എന്തിനോടെങ്കിലും ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭക്ഷണത്തോട് മാത്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാടക ക്വാർട്ടേഴ്സിനടുത്ത് ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഓണത്തിനും വിഷുവിനും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവരാറുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ശ്രീകാന്ത് സാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നത് വളരെ ആസ്വദിച്ചിട്ടാണ്. അത് നമുക്കൊക്കെയുള്ള ഒരു ദൃശ്യവിരുന്നു കൂടിയാണ്. ശ്രീകാന്ത് സാർ ഭക്ഷണം കഴിക്കുന്നത് കാണുവാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ഭക്ഷണം കഴിച്ച് അതിനെക്കുറിച്ചുള്ള അഭിപ്രായവും അദ്ദേഹം പറയാറുണ്ട്. കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് പ്രാർത്ഥനയായിട്ട് എൻ്റെയും എൻ്റെ ബന്ധത്തിൽപ്പെട്ടവരുടെയൊക്കെ വഴിപാട് അരിത്രാവൽ നടത്തുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്ന് ദേവിയൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പോവുക. ആ ഭക്ഷണത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം അഭിപ്രായം പറയും. കൂട്ടുകറി, അവിയൽ, അതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായം പറയും. എന്ന് പറഞ്ഞ് ഇത്രയും ബൗദ്ധികമായ തലത്തിൽ ഉയർന്നു നിൽക്കുമ്പോഴേ ഒരിക്കൽ പോലും ഒരു ബുദ്ധിജീവി നാട്യം കാണിക്കാത്ത തികച്ചും സാധാരണമായിട്ട് പെരുമാറുന്ന അസാധാരണനായ ഒരു വ്യക്തിയായിരുന്നു ശ്രീകാന്ത് സാർ എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാനിത് പറഞ്ഞത്. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ ബുക്സിൽ വരുന്ന ഏതൊരാൾക്കും എന്തെങ്കിലും
ഭക്ഷണം അദ്ദേഹം നൽകുമായിരുന്നു. പഴമോ കടലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി സാധനങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രവർത്തന മേഖലയായ പയ്യന്നൂരിൽ നിന്ന് ഇവിടെ വന്ന് താമസിച്ചപ്പോൾ പയ്യന്നൂരുകാരായ പല ആളുകളും അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ എന്തെങ്കിലും ഒരു പൊതി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തുണ്ടാവും. വരുന്ന ആളുകൾക്ക് കൊടുക്കും, അദ്ദേഹം അതിൻ്റെ കൂടെ കഴിക്കും. കഴിക്കണം കഴിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്രയോ തവണ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൈകൊണ്ട് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ പിന്നീട് ഈ ചായ ഒഴിവാക്കി കട്ടൻ ചായ കുടിക്കാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം പറയും, മാസ്റ്റർ കട്ടൻ ചായയല്ലേ കുടിക്കുക, ഞാൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറയും, വേണ്ട സർ, ഞാനിപ്പം അല്പം മുമ്പ് കഴിച്ചതാണ്. അത് സാരമില്ല, ഞാനിപ്പോൾ ഏതായാലും ഒരു ചായ കഴിക്കണം, അപ്പോൾ മാസ്റ്റർ കൂടി കഴിക്കാം. അങ്ങനെ പറഞ്ഞ് കട്ടൻ ചായ കൊണ്ടു തരുന്ന ശ്രീകാന്ത് സാറിനെ ഞാനിങ്ങനെ ഓർക്കുകയാണ്. ആദ്യമായിട്ട് ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ച് കേൾക്കുന്നത് ഒരു 90കളുടെ തുടക്കത്തിലാണ്. എൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ഞാൻ പാരലൽ കോളേജിൽ ജോലി ചെയ്യുന്നൊരു സമയം. കണ്ണൂർ ശ്രീരാമദാസ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സമയത്ത് ശ്രീരാമദാസ മിഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡൻറ്റും അഖിലേന്ത്യാ സെക്രട്ടറിയൊക്കെ ആയിരുന്ന കണ്ണൂരിലെ ഒരു ലീഡിംഗ് അഡ്വക്കേറ്റ് KE നാരായൺ, അദ്ദേഹമാണ് ആദ്യമായിട്ട് ശ്രീകാന്ത് സാറിനെ കുറിച്ച് എന്നെ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ മേശമേൽ വെച്ച പുസ്തകത്തിൽ ഒരു ദിവസം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കവറുള്ള മൂകാംബികാദേവിയുടെ ഒരു ചെറിയ പുസ്തകം ഞാൻ കണ്ടു. മൂകാംബികാദേവിയുടെ മൂലവിഗ്രഹത്തിൻ്റെ ഒരു ചിത്രം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അതിൻ്റെ മുകളിൽ മൂകാംബിക ദി റേഡിയൻറ്റ് ഗ്രേസ് എന്നൊരു പേരാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഓതറ പേര് ഫ്രണ്ട് പേജിൽ എവിടെയുമില്ല. ഞാനതിൻ്റെ പേജ് മറിച്ചപ്പോൾ അടുത്ത പേജിൽ ശ്രീകാന്ത് എന്ന് കണ്ടു. അപ്പോൾ ഞാൻ ഈ മൂകാംബികയോട് എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എൻ്റെ വിദ്യാരംഭം അവിടെ നിന്നായിരുന്നു. അതിനുശേഷം വർഷത്തിൽ 2 തവണ വളരെ ചെറുപ്പം മുതലേ ഞാൻ കൊല്ലൂർ അച്ഛൻ്റെ കൂടെ പോവുമായിരുന്നു. നവരാത്രിക്കും രഥോത്സവ സമയത്തും 2-3 ദിവസം അവിടെ താമസിച്ചിട്ട് തിരിച്ചു വരിക. ഇന്നത്തെ കൊല്ലൂരെയല്ല അത്. അന്ന് ലോഡ്ജുകളും ഹോട്ടലുകളും ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലം. അടികമാരുടെ വീടുകളിലൊക്കെയാണ് താമസിക്കുക. തികച്ചും കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ശുദ്ധജലമൊഴുകിയിരുന്ന ആ സൗവർണിക നദിയൊക്കെ എനിക്കെന്നെ ഓർമ്മ വരികയാണ്. അപ്പോൾ അങ്ങനെ മൂകാംബികയോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ ഞാൻ അഡ്വക്കേറ്റിനോട് ചോദിച്ചു, അദ്ദേഹത്തെ നമ്മൾ ബാവേട്ടൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ബാവേട്ടനോട് ചോദിച്ചു, ഇദ്ദേഹം എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, അദ്ദേഹം പയ്യന്നൂരാണ്, അയോധ്യയിലാണ് താമസം. അദ്ദേഹത്തിൻ്റെ വേറെയും പുസ്തകം ഉണ്ട്. എന്നിട്ട് പവർ ഇൻ ടെമ്പിൾസ് എന്ന് പറയുന്നൊരു പുസ്തകം കാണിച്ചു. അത് താരതമ്യേന ചെറുതാണ്. പക്ഷേ ഈ മൂകാംബിക പുസ്തകവും ഈ പവർ ഇൻ ടെമ്പിൾസും ഒക്കെ വളരെ വലിയ പുസ്തകങ്ങളായി. അതിൻ്റെ അടുത്തടുത്ത പതിപ്പ് വരുമ്പോൾ അത് വിപുലീകരിച്ചു. അന്ന് എൻ്റെ മനസ്സിൽ പതിഞ്ഞൊരു പേരാണ് ശ്രീകാന്ത് എന്ന എഴുത്തുകാരൻ. ഒരിക്കൽ അദ്ദേഹത്തെ പോയി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് പയ്യന്നൂർ അയോധ്യയിൽ ഒരു കല്യാണത്തിന് പോകേണ്ടി വന്നത്. കല്യാണത്തിന് പോയി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിച്ചു, ഏതായാലും ശ്രീകാന്തിനെ ഒന്ന് കാണാം. അങ്ങനെ ആളുകളോട് അന്വേഷിച്ചു. അപ്പോൾ അയോധ്യയുടെ ഒരു സൈഡിൽ ആളുകളിങ്ങനെ താമസിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു ചെറിയ മുറി. അവിടെ കുറേ പുസ്തകങ്ങൾ, അപ്പുറം ചെറിയൊരു അടുക്കള എന്നൊന്നും പറയാൻ പറ്റില്ല, അത്ര ചെറിയൊരു മുറി. അവിടെ സ്റ്റൗ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനവിടെ ചോദിച്ചു, ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ശ്രീകാന്തിൻ്റെ മുറി ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഇതാണെന്ന് കാണിച്ചു തന്നു. ഞാനവിടെ പോയി എൻ്റെ സാന്നിധ്യം അറിയിച്ചപ്പോൾ അല്പം പ്രായമുള്ള ഒരാൾ പുറത്തേക്ക് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ശ്രീകാന്ത് ഇവിടെയല്ലേ താമസിക്കുന്നത്? അതേ എന്ന് പറഞ്ഞു. ഞാൻ ശ്രീകാന്തിനെ കാണാൻ വന്നതാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് ശ്രീകാന്ത്. അതെനിക്കൊരു അത്ഭുതമായിരുന്നു. കാരണം എൻ്റെ മനസ്സിലുള്ള ശ്രീകാന്ത് എന്ന് പറയുന്നത് ഒരു ചെറുപ്പക്കാരനായിരുന്നു.
പക്ഷേ അല്പം വാർദ്ധക്യത്തിലെത്തി നിൽക്കുന്ന ഇദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്കത് വിശ്വസിക്കാനേ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം അകത്ത് കൊണ്ടുപോയി അവിടെ ഇരുന്ന് എനിക്ക് കഴിക്കാൻ പഴം തന്നു. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. പുസ്തകങ്ങളെക്കുറിച്ച് പറഞ്ഞു. അഡ്വക്കേറ്റ് കെ ഇ നാരായണൻ്റെ അടുത്ത് നിന്നാണ് ഈ പുസ്തകം കണ്ടത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 15 മിനിറ്റോളം സംസാരിച്ച് ഞാൻ അവിടുന്ന് തിരിച്ചു പോന്നു. പിന്നീട് ആ കാര്യമേ അങ്ങ് മറന്നു. ഏകദേശം ഒരു 2000 ഞാൻ കാസർഗോഡ് ജില്ലയിൽ PSC ഒക്കെ കിട്ടിയിട്ട് മലയോര മേഖലയായ ബളാൽ ഗവൺമെൻറ് ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. 2003 ഒരു ഒക്ടോബർ മാസത്തിൽ എനിക്ക് ട്രാൻസ്ഫറായി മാവുങ്കാലിനടുത്തുള്ള രാംനഗർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. അപ്പോൾ അവിടെ ജോയിൻ ചെയ്ത അന്ന് എൻ്റെ താമസ സ്ഥലത്തേക്ക് ഞാനിങ്ങനെ വാടക വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ മാവുങ്കാൽ ടൗണിൻ്റെ അടുത്ത് വലതുഭാഗത്ത് ചെറിയൊരു ബോർഡ് കണ്ടു, ഇൻ്റഗ്രൽ ബുക്സ്. ഉടനെ എൻ്റെ മനസ്സിലേക്ക് ആ പേരിങ്ങനെ പതിഞ്ഞു, ശ്രീകാന്ത്. ഇൻ്റഗ്രൽ ബുക്സ്, ശ്രീകാന്ത് സ്ഥാപിച്ച ഇൻ്റഗ്രൽ ബുക്സ്. അങ്ങനെ ഞാൻ അതിനുള്ളിലേക്ക് കടന്നു. ഇപ്പോൾ 2 ക്വാർട്ടേഴ്സുകൾ അടുത്തടുത്തുണ്ട്. അപ്പോൾ അവിടെ പോയി. അത് 2 ഇൻ്റഗ്രൽ ബുക്സിൻ്റെത് തന്നെ. അപ്പോൾ ഞാൻ എന്നെ പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലായില്ല. പക്ഷെ മുമ്പ് പയ്യന്നൂർ പോയ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കാൻ പറഞ്ഞു. അല്പസമയം സംസാരിച്ചു. ഞാനിവിടെ സ്കൂളിൽ അധ്യാപകനായിട്ട് ട്രാൻസ്ഫറായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ മൂകാംബിക പുസ്തകം കിട്ടാനുണ്ടോ? അദ്ദേഹം പറഞ്ഞു ഉണ്ട്. അങ്ങനെ അദ്ദേഹം മൂകാംബികയുടെ പുസ്തകം എനിക്ക് വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു പുസ്തകം തന്നു. അപ്പോഴേക്കും അതിൻ്റെ മുഖചിത്രമൊക്കെ കളറായിട്ടുണ്ടായിരുന്നു. പുസ്തകം കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേറെ പവർ ഇൻ ടെമ്പിൾസ് അതുകൊണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പവർ ഇൻ ടെമ്പിൾസും മൂകാംബികയും വാങ്ങി. അതോടൊപ്പം അകപ്പൊരുൾ എന്ന് പറയുന്നൊരു പുസ്തകം, പൊട്ടൻ തെയ്യത്തെക്കുറിച്ചുള്ളൊരു പഠനം. അങ്ങനെ ആ 3 പുസ്തകവും ഞാൻ വാങ്ങി. പൈസ എത്രയാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓ അതിരിക്കട്ടെ, പണമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതല്ല സർ, പൈസ വാങ്ങണം. അങ്ങനെ ഞാൻ കുറേ നിർബന്ധിച്ചപ്പോൾ അദ്ദേഹം പൈസ വാങ്ങി. എന്നിട്ട് ഞാൻ അതിന് ശേഷം ഒരു 50 രൂപ എടുത്തിട്ട് എനിക്ക് തിരിച്ചിങ്ങോട്ട് വീണ്ടും തരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ പണത്തോടൊന്നും ഒരാഗ്രഹമില്ലാത്തൊരു വ്യക്തിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പിന്നീട് ഞാനവിടെ നിത്യസന്ദർശകനായി. ഈ 2 പുസ്തകത്തിലും ഞാൻ അദ്ദേഹത്തോട് 3 പുസ്തകത്തിൽ ഒപ്പിട്ട് തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ കേവലം ഒരു ഒപ്പല്ല ഇട്ടത്, മറിച്ച് ദിനേശ് മാസ്റ്റർക്ക് പ്രാർത്ഥനാപൂർവം ശ്രീകാന്ത് എന്ന് പറഞ്ഞിട്ടൊരു ഒപ്പ് ആണ് ആ 3 പുസ്തകത്തിലും ഇട്ടത്. പിന്നീട് ഞാനവിടെ എല്ലാ ദിവസവും പോവുമായിരുന്നു. ഏകദേശം 19 വർഷക്കാലത്തിലധികം ആ ബന്ധം തുടർന്നു. വ്യക്തിപരമായ ബുദ്ധിമുട്ടുകൾ പോലും അദ്ദേഹം എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത, എത്രയോ പ്രഗത്ഭർ ഇൻ്റഗ്രൽ ബുക്സിൽ വരുമായിരുന്നു. പല പ്രഗത്ഭരെയും എനിക്ക് പരിചയപ്പെടുത്തി തന്നത് ഇൻ്റഗ്രൽ ബുക്സിൽ വെച്ചിട്ട് സാറായിരുന്നു. PR നാഥൻ, മാടമ്പ് കുഞ്ഞുകുട്ടൻ, ശ്രീയം, അതുപോലെ മാതൃഭൂമിയുടെ ഒരു ഡെപ്യൂട്ടി എഡിറ്ററായിട്ടുണ്ടായിരുന്ന ബാലകൃഷ്ണൻ. ഇങ്ങനെ ഒരുപാട് ആളുകളെ അവിടെ വെച്ചിട്ട് എനിക്ക് പരിചയപ്പെടാൻ വേണ്ടി സാധിച്ചു. പരിചയപ്പെട്ടു എന്ന് മാത്രമല്ല, ശ്രീകാന്ത് സാർ എന്നെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും. ഇത് ദിനേശൻ മാസ്റ്ററാണ്, ശ്രീരാമദാസ മിഷൻ്റെ നേതൃനിരയിലുള്ള ആളാണ് എന്നൊക്കെ പറയും. ഒരിക്കൽ മാടമ്പ് കുഞ്ഞിക്കുട്ടനോട് അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് ഒരു വല്ലാതെ ഇതായി. കാരണം മാടമ്പ് കുഞ്ഞിക്കുട്ടനൊക്കെ എവിടെ നിൽക്കുന്നു, ഞാനെവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ പൊതുവേ ഈ എഴുത്തിലും പ്രഭാഷണത്തിലൊക്കെ അക്കാലത്ത് അല്പം അലസനായിരുന്നു. അപ്പോൾ എൻ്റെ ഈ അലസത മാറ്റിക്കൊണ്ട് എന്നെ ഒന്ന് ഉണർത്തി വിട്ടതും ഈ എഴുത്തിലും പ്രഭാഷണത്തിലും സജീവമായതും ശ്രീകാന്ത് സാറിൻ്റെ നിരന്തരമായ പ്രചോദനത്തിൻ്റെ ഫലമായിട്ടാണ്. അദ്ദേഹം ഓരോ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജ്ഞാനഗീതയിലേക്ക് വേണ്ടി എന്നെ എഴുതിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സജീവമാവാൻ തുടങ്ങി. അദ്ദേഹത്തെ പല ആളുകളും പരിപാടിക്കും പ്രഭാഷണത്തിനും ഒക്കെ വിളിക്കാൻ വേണ്ടി വരും. പക്ഷെ അദ്ദേഹം എവിടെയും പോകാറില്ല.
പകരം അദ്ദേഹം എന്നെയാണ് സജസ്റ്റ് ചെയ്യുക. എൻ്റെ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നേരിട്ട് പറയും. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, അല്ലെ അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഞാൻ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട്. ആനന്ദാശ്രമത്തിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ജ്ഞാനഗീത സാർ ഏറ്റെടുത്തപ്പോൾ ഏകദേശം അതിൻ്റെ ആദ്യത്തെ 5 വർഷത്തോളം അതിൻ്റെ പ്രൂഫ് നോക്കിയിരുന്നത് ഞാനായിരുന്നു. അതുപോലെ അദ്ദേഹം കത്തുകൾ എഴുതുമ്പോൾ, മലയാളത്തിൽ എഴുതുന്ന കത്തുകൾക്ക് അതിലെന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ, വ്യാകരണപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ സെൻറ്റൻസിലോ മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ പറയണമെന്ന് പറഞ്ഞ് എന്നെ കാണിക്കും. അങ്ങനെ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം ഉടൻ സ്വീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ പുസ്തകം തന്നെ പവർ ഇൻ ടെമ്പിൾസിൻ്റെ മലയാളം പുറത്തിറങ്ങിയ സമയത്ത് അതിന് ആദ്യം ഉണ്ടായിരുന്ന പേര് ക്ഷേത്രങ്ങളിൽ ശക്തി എന്നായിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഈ ക്ഷേത്രങ്ങളിൽ ശക്തി എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുമ്പോൾ അതൊരു പഞ്ചില്ല. ഇംഗ്ലീഷ് പോലെ പവർ ഇൻ ടെമ്പിൾസ് എന്ന് പറയുന്ന പോലെയല്ല. അപ്പോൾ ഞാൻ ഒരു പേര് നിർദ്ദേശിച്ചു, അധ്യാത്മശക്തി ക്ഷേത്രങ്ങളിൽ ഒരു ശാസ്ത്രീയ പഠനം. ആ പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ആ പേര് തന്നെ ആ പുസ്തകത്തിന് കൊടുക്കുകയും ചെയ്തു. ഈ പുസ്തകത്തിൻ്റെ പ്രൂഫ് 10 ദിവസം കൊണ്ട്, വലിയ പുസ്തകമാണ്, ഞാൻ ഒറ്റക്കാണ് നോക്കിയത്. എനിക്ക് സ്കൂളിൽ പോകണം, മറ്റ് വീട്ടിലെ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഇടയിൽ ഞാനിത് ചെയ്തു. പോകുമ്പം സ്കൂളിൽ ഇത് കൊണ്ടുപോകും. ഏതെങ്കിലും 1-2 പീരീഡ് ഒഴിവ് കിട്ടിയാൽ ആ സമയത്ത് ഞാൻ ഇത് നോക്കും. അങ്ങനെയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ എന്ന് പറയാം 10 ദിവസം കൊണ്ട് ഇതിൻ്റെ പ്രൂഫ് നോക്കി തീർത്തത്. കാരണം അത് പെട്ടെന്ന് തന്നെ പ്രിൻ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണത്തോടോ മറ്റ് ഭൗതിക സുഖസൗകര്യങ്ങളോടോ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു. ഏറെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോഴും തൻ്റെ രചനകൾ ബിസിനസ്സാക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു സംഭവമുണ്ട്. പവർ ഇൻ ടെമ്പിൾസ് എന്ന് പറയുന്ന ആ ഇംഗ്ലീഷ് പുസ്തകം രവി DC നേരിട്ട് ശ്രീകാന്ത് സാറിനെ വിളിച്ചിട്ട് DC ബുക്സിന് അത് തരുമോ എന്ന് ചോദിച്ച് നല്ലൊരു തുകയും ഓഫർ ചെയ്തു. ഇൻ്റഗ്രൽ ബുക്സിനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അന്ന് ആ തുക വലിയൊരു തുകയാണ്. മാത്രമല്ല ആ ബാധ്യതകളൊക്കെ തീർത്ത് കഴിഞ്ഞാലും പിന്നീട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പൈസ ഉണ്ടാവുമായിരുന്നു. അത്രയും നല്ലൊരു തുകയാണ് അവരെ ഓഫർ ചെയ്തത്. പക്ഷേ സാർ അത് ചെയ്തില്ല. കാരണം സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകങ്ങൾ വിറ്റ് കാശാക്കാനുള്ളതായിരുന്നില്ല, മറിച്ച് ധർമ്മപ്രചരണത്തിനുള്ളതായിരുന്നു. ഇൻ്റഗ്രൽ ബുക്സ് എന്ന മഹാസ്ഥാപനം ധാർമ്മികതയിൽ അടിയുറച്ച പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. പണത്തിൻ്റെ പിൻബലത്തിലല്ല. പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവിക നിയോഗം പോലെ അപ്രതീക്ഷിത കേന്ദ്രങ്ങളിൽ നിന്ന് സഹായം ലഭിക്കുകയും ചെയ്തു എന്ന കാര്യം വിസ്മരിക്കുന്നുമില്ല. ശ്രീകാന്ത് സാറ് ആദ്യകാലത്ത് എഴുതിയ പുസ്തകങ്ങളെല്ലാം ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അവ മലയാളത്തിലേക്ക് അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്തത്. അകപ്പൊരുൾ എന്ന് പറയുന്ന പുസ്തകം മാത്രമാണ് ഇതിനൊരു അപവാദം. ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ തോറ്റം പഠന വിഷയമാക്കിയതാണത്. ഈ പൊട്ടൻ തെയ്യത്തിനെ കുറിച്ച് പൊതുവായിട്ട് ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം, അത് മേലാളർ കീഴാളർ, മേലാളർ കീഴാളർ എന്ന് പറഞ്ഞിട്ട് ദ്വന്ദ്വം വെച്ചുകൊണ്ട് ആളുകളെ അകറ്റുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ പഠനങ്ങളൊക്കെ വന്നത്. പക്ഷേ ശ്രീകാന്ത് സാർ അതിനെ വളരെ സത്യസന്ധമായിട്ട് പഠന വിധേയമാക്കി. ഈ തോറ്റം പാട്ട് അതുല്യമായ ഒരു അധ്യാത്മ ദർശനമാണ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂകാംബിക, ദി റേഡിയൻറ്റ് ഗ്രേസ്, പിന്നെ പവർ ഇൻ ടെമ്പിൾസ്, പിന്നെ അദ്ദേഹം ഈ ആൽഫബറ്റ് ഓഫ് റിയാലിറ്റി എന്ന ഒരു സീരീസ് പോലെയായിട്ട് കുറേ പുസ്തകങ്ങൾ ഇറക്കുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിലാദ്യമായിട്ട് ഇറങ്ങിയ പുസ്തകം ഗണേശ എന്നാണ്, ഗണപതിയെക്കുറിച്ചുള്ള പുസ്തകം. അപ്പോൾ ആൽഫബറ്റ് ഓഫ് റിയാലിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആത്മസത്തയുടെ അക്ഷരമാല എന്ന് പറയാം. അപ്പോൾ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഡിവൈൻ ഫോംസ്, ദേവരൂപങ്ങളുടെ ആന്തരാർത്ഥം, അതിലാദ്യ പുസ്തകമാണ് ശ്രീ ഗണേശ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ
നിയമസഭാ സ്പീക്കർ നമ്മുടെ ഗണപതി സങ്കല്പത്തെയൊക്കെ മിത്ത് എന്നും അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ, അതും പറയേണ്ട വേദിയിൽ, ആ വേദിയിൽ അത് പറയേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരു ചർച്ച നടക്കുന്ന ഒരു സമയത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ 1-ാം ചരമവാർഷികം വരുന്നത്. അപ്പോൾ അത് മിത്തല്ല, അല്ലെങ്കിൽ ഈ ദേവരൂപങ്ങൾക്ക് വലിയ അന്തരാർത്ഥമുണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പേ ശ്രീകാന്ത് സാറ് വളരെ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കേവലം പറഞ്ഞു പോകല്ല, വളരെ കൃത്യമായിട്ട് ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടുകൂടി, സയൻസിൻ്റെ പിൻബലത്തോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ധിഷണാശാലിയാണ് ശ്രീകാന്ത് സാർ എന്നുള്ളത്. അതിനുശേഷം പിന്നീട് ആ ആൽഫബറ്റ് ഓഫ് റിയാലിറ്റിയിൽ പിന്നെ വന്ന പുസ്തകമാണ് ദി സൺ ഗോഡ് സൂര്യ എന്ന് പറയുന്നത്. അതിന് ഇതുവരെ മലയാള പരിഭാഷ ഉണ്ടായിട്ടില്ല. ഈ ഗണേഷ് എന്ന് പറയുന്ന പുസ്തകം പിന്നീട് ശ്രീ ഗണപതി എന്ന പേരിൽ മലയാളത്തിൽ അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്തു. പിന്നെ ശബരിമലയെക്കുറിച്ച് എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള പുസ്തകമാണ് ശബരിമല ഇറ്റ്സ് ടൈംലെസ് മെസ്സേജ്. അതിന് മലയാളം അദ്ദേഹം തന്നെ വിവർത്തനം ചെയ്തു, ശബരിമലയുടെ അനശ്വര സന്ദേശം. പിന്നെ തമിഴിലും ഹിന്ദിയിലും അതിന് മറ്റുള്ളവർ വിവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇൻ്റഗ്രൽ ബുക്സ് തന്നെ പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, ചെറിയ ചെറിയ ഗ്രന്ഥങ്ങൾ ഇദ്ദേഹത്തിൻ്റേതായിട്ടുണ്ടായിട്ടുണ്ട്. മധൂര് ഗണപതിയെക്കുറിച്ച്, അതുപോലെ അനന്തപുരം ക്ഷേത്രത്തെക്കുറിച്ച്, പിന്നെ ക്ഷേത്രങ്ങളും സാമൂഹിക ശ്രേയസ്സും എന്ന പേരിൽ, പിന്നെ എത്രയോ ആനുകാലികങ്ങളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് നിരവധി ലേഖനങ്ങൾ, മാതൃഭൂമിയുടെ മൂകാംബിക സപ്ലിമെൻറ്റിലും അതുപോലെ സ്പെഷ്യൽ ഇഷ്യൂകളിലൊക്കെ ശ്രീകാന്ത് സാറിൻ്റെ ഒരു ലേഖനം നിർബന്ധമായും ഉണ്ടായിരിക്കും. അതുപോലെ ക്ഷേത്ര സുവനീറുകളിൽ ശ്രീകാന്ത് സാറിൻ്റെ ഒരു ലേഖനമില്ലാത്ത ക്ഷേത്ര സുവനീറുകൾ കാസർഗോഡ് ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ വളരെ കുറവാണ്. അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ശാസ്ത്രീയ അവബോധം, അല്ലെ, അതിൻ്റെ പിൻബലത്തിൽ നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ അവസാന കാലത്ത് ഈ പ്രാരബ്ധങ്ങളൊക്കെ ഒഴിവാക്കി കൊല്ലൂരിൽ പോയി കുറേ നാൾ താമസിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹം ഒരു മൂകാംബിക ഉപാസകനായിരുന്നു. ഗുരുസങ്കല്പത്തിലെ ആനന്ദാശ്രമത്തിലെ മാതാജിയുമാണ് ഉണ്ടായിരുന്നത്. ഉടുതുണിക്കു മറുതുണിയില്ലാതെ ആനന്ദാശ്രമത്തിലെത്തിയ ശ്രീകാന്ത് സാറിനെ മാതാജി ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയും കഴിക്കാൻ ഭക്ഷണവും ഉടുക്കാൻ വസ്ത്രവും നൽകി താമസിക്കാൻ ഇടവും കൊടുത്തു. നിന്റെ മേഖല എഴുത്താണ്, നീ അതിൽ ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് ആ പ്രയത്നം തുടരുക, അതും ഒരു സാധനയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ മാതാജിയെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണ് ചെയ്തത്. ഈ മൂകാംബിക ദേവിയുടെ പ്രസാദം നെറ്റിയിൽ തൊടാത്ത ശ്രീകാന്ത് സാറിനെ ഇതുവരെ കണ്ടിട്ടില്ല. അതുപോലെ കൊല്ലൂരിൽ നിന്നും വരുത്തുന്ന ത്രിമധുരം, അദ്ദേഹത്തിൻ്റെ ഉപാസനയൊക്കെ കഴിഞ്ഞ് എന്നും നിത്യവും രാവിലെ അദ്ദേഹം ആദ്യം കഴിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ദിനചര്യകളിൽ ഒന്നായിരുന്നു. യാതൊരു വ്യായാമവും അദ്ദേഹം ചെയ്തിരുന്നില്ല. ആ രണ്ടോ മൂന്നോ മുറികളിൽ, അതും വളരെ അടുത്തടുത്തുള്ള ചെറിയ മുറികളാണ്, പോവുക എന്നല്ലാതെ വല്ലപ്പോഴേ അദ്ദേഹം, വർഷത്തിലൊരിക്കൽ പോലും ഉണ്ടാവില്ല, ഒരു 2, 3, 4 വർഷം കൂടുമ്പോഴാണ് അദ്ദേഹം ഒന്ന് പുറത്തിറങ്ങുന്നത്. അത് കൊല്ലൂരും കുടജാദ്രിയും ഒക്കെ സന്ദർശിക്കാനായിരിക്കും, അല്ലെങ്കിൽ ശബരിമലയിൽ കരിമല വഴി പോകാനായിരിക്കും. ഒരിക്കൽ ശബരിമലയിൽ കരിമല വഴി പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ചെറുപ്പക്കാരായിട്ടുള്ള 2-3 പേരാണ് ഉണ്ടായത്. അവർക്കൊക്കെ നടന്ന് കാലിനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായപ്പോൾ ശ്രീകാന്ത് സാറ് വളരെ ഈസി ആയിട്ട്, ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടന്നു പോയി അയ്യപ്പ ദർശനം നടത്തി. ഒരു വ്യായാമവും ചെയ്യുന്നില്ല. അദ്ദേഹം ചെയ്യുന്നതാകെ മെഡിറ്റേഷൻ മാത്രമായിരുന്നു.
മെഡിറ്റേഷനും ശ്രീ ലളിതാ സഹസ്രനാമ ഉപാസനയും. ഇതായിരുന്നു അദ്ദേഹം. ആ ഉപാസനയിൽ നിന്നും ലഭിച്ച ഇച്ഛാശക്തിയുടെ ഒരു പിൻബലത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ശ്രീകാന്ത് സാറിൻ്റെ അന്ത്യയാത്രയിൽ അവസാനം നമ്മൾ 8 പേരാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് മാസങ്ങൾക്ക് മുമ്പ് സമാധിയായ ശ്രീശങ്കരം സനാതന ധർമ്മ പഠന കേന്ദ്രത്തിലെ സ്വാമി ഭൂമാനന്ദപുരിയായിരുന്നു. സ്വാമി ഭൂമാനന്ദപുരിയെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത് ശ്രീകാന്ത് സാറിൻ്റെ ഇൻ്റഗ്രൽ ബുക്സിൽ വെച്ചാണ്. അന്ന് സാറാണ് എന്നെ പരിചയപ്പെടുത്തി തന്നത്. അന്ന് അദ്ദേഹം സന്യാസ ദീക്ഷ സ്വീകരിച്ചിട്ടില്ല, ബ്രഹ്മചാരിയായിരുന്നു. ബ്രഹ്മചാരി ബോധ ചൈതന്യം എന്നായിരുന്നു അന്ന് പേര്. പിന്നീടാണ് അദ്ദേഹം സന്യാസമൊക്കെ സ്വീകരിക്കുന്നത്. ആ സ്വാമിയുമായിട്ട് ഞാൻ വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം സമാധിയാവുന്ന സമയത്ത് ഞാനൊരു യാത്രയിലായതിനാൽ എനിക്ക് പോകുവാൻ സാധിച്ചില്ല. 3-ാം ദിവസമാണ് ഞാൻ എത്തുന്നത്. ഞാനന്ന് കുറച്ച് പൂക്കളുമായിട്ട് അവിടെ പോയി അദ്ദേഹത്തിൻ്റെ സമാധിയിലത് സമർപ്പിച്ചു. അവിടെ അന്ന് ആരും ഉണ്ടായതുമില്ല. ഞാൻ പറയാൻ കാരണം, ശ്രീകാന്ത് സാറാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി തന്നത്. അവസാനമായിട്ട് ആ സ്വാമിയെ ഞാൻ കാണുന്നത് ശ്രീകാന്ത് സാറിൻ്റെ സന്നിധിയിൽ വെച്ചാണ്. അതായത് ശ്രീകാന്ത് സാറ് മരിച്ച വിവരം അറിഞ്ഞിട്ട് ആനന്ദാശ്രമത്തിൽ ബോഡി എത്തുന്ന സമയത്ത് സ്വാമി ഭൂമാനന്ദപുരി അവിടെ വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം അവിടെ തന്നെ നിന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ബോഡി അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ജാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ഗൾഫിൽ നിന്ന് വരുന്ന ഇൻ്റഗ്രൽ ബുക്സിൻ്റെ ആദ്യകാല മാനേജറായിരുന്ന അജയനെ കാത്ത് ആ ബോഡി മണിക്കൂറുകളോളം രാത്രി 9 മണി വരെ അവിടെ ആ ശ്മശാനത്തിൽ കിടന്നു. അങ്ങനെ അജയൻ വന്ന് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 10 മണിയോടുകൂടിയാണ് പോകുന്നത്. 5-8 പേര് മാത്രമേ അവിടെ അവശേഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് സ്വാമി ഭൂമാനന്ദപുരിയായിരുന്നു. അങ്ങനെ ശ്രീകാന്ത് സാറിൻ്റെ മുന്നിൽ വെച്ച് പരിചയപ്പെട്ട അദ്ദേഹം അവസാനം ശ്രീകാന്ത് സാറിൻ്റെ ഭൗതിക ദേഹം സംസ്കരിക്കുന്നത് വരെ അവിടെ നിന്നു. ആ സ്വാമിയെ ഞാൻ അവസാനമായി കണ്ടത് അങ്ങനെയാണ്. അതും ഒരു നിയോഗം. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ഈ ശ്രീകാന്ത് സാറുമായിട്ടുള്ള ബന്ധത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ശ്രീകാന്ത് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ കടൽ പോലെ പരന്നു കിടക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. നമുക്ക് സമയം ഇപ്പോൾ തന്നെ ഒരുപാടായി. എത്രയോ ആളുകൾക്ക് ഇനിയും അദ്ദേഹത്തെ അനുസ്മരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു 2 വരി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായും പോയി. ഇതെൻ്റെ രക്തമാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തുകൊള്ളുക. നന്ദി, നമസ്കാരം.